നമസ്കാരം. ശബരിമലയിൽ നടന്ന കോടാനുകോടി രൂപയുടെ സ്വർണ്ണക്കടത്തും അതിനു പിന്നിലെ കള്ളപ്പണ ഇടപാടുകളും കേരള രാഷ്ട്രീയത്തെ പിടിച്ചുലയ്ക്കുന്ന വമ്പൻ സ്രാവുകളിലേക്ക് നീങ്ങുകയാണ്. പിണറായി വിജയന്റെ പോലീസ് സംവിധാനത്തിന് കീഴിലുള്ള പ്രത്യേക അന്വേഷണ സംഘം കേവലം ചടങ്ങുകൾക്കായി മാത്രം നിലകൊള്ളുന്നുവെന്ന ആക്ഷേപം ഇപ്പോൾ ശക്തമാകുന്നതിനിടെയാണ് കേസ് അട്ടിമറിക്കപ്പെടില്ല എന്ന് ഉറപ്പുമായി ഇപ്പോൾ കേന്ദ്ര ഏജൻസിയായ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് രംഗപ്രവേശനം ചെയ്യുന്നത്. സാധാരണഗതിയിൽ രാഷ്ട്രീയ ഒത്തുതീർപ്പുകളുടെയൊക്കെ ഭാഗമായി കേന്ദ്ര ഏജൻസികൾ മെല്ലെപ്പോക്ക് നടത്താറുണ്ടെന്ന ആക്ഷേപം ഉയരാറുണ്ടെങ്കിലും ശബരിമലയിലെ വിശ്വാസികളുമായി ബന്ധപ്പെട്ട വൈകാരികമായിട്ടുള്ള വിഷയമായതിനാലും കൃത്യമായ കള്ളപ്പണ തെളിവുകൾ ഉള്ളതിനാലും ഇത്തവണ വിട്ടുവീഴ്ച ഉണ്ടാകില്ലെന്നാണ് സൂചന. അയ്യപ്പന്റെ സ്വത്ത് മോഷ്ടിച്ചവർക്ക് രക്ഷപ്പെടാൻ കഴിയാത്ത വിധം ശക്തമായ ഒരു വലയാണ് ഇ ഡി ഇപ്പോൾ ഇവിടെ വിരിച്ചിരിക്കുന്നത്. കേരള പോലീസിന്റെ അന്വേഷണ രീതികളെ സംശയത്തിന്റെ നിഴലിൽ നിർത്തുന്നത് മുൻകാല അനുഭവങ്ങളാണ്. CPM നേതാക്കളടക്കമുള്ള പ്രതികൾ അറസ്റ്റിലായാലും ഏതാനും മാസങ്ങൾ ജയിലിനുള്ളിൽ കഴിഞ്ഞ് കേസ് ദുർബലപ്പെടുത്തി പുറത്തിറങ്ങി പഴയതുപോലെ പൊതുസമൂഹത്തിൽ വിലസി നടക്കുന്നത് നമ്മൾ കണ്ടതാണ്. SITയുടെ അന്വേഷണം പലപ്പോഴും പ്രതികളെ രക്ഷിക്കാനോ അല്ലെങ്കിൽ പ്രധാന വിവരങ്ങളൊക്കെ മറച്ചുവെക്കാനോ ഉള്ള ഒരു പുകമറയായി മാറുന്നുവെന്ന വിമർശനം ഇതിനോടകം തന്നെ ഉയർന്നു കഴിഞ്ഞു. സ്വർണം എങ്ങോട്ട് പോയി എന്നതിനേക്കാൾ പ്രതികൾക്ക് സുരക്ഷിതമായി ജാമ്യം ലഭിക്കാനുള്ള പഴുതുകൾ കണ്ടെത്താനാണോ പോലീസ് ശ്രമിക്കുന്നതെന്ന ചോദ്യവും വളരെ പ്രസക്തമാണ്. എന്നാൽ ഈ പഴുതുകളെല്ലാം അടച്ചുകൊണ്ടാണ് EDയുടെ സാമ്പത്തിക കുറ്റാന്വേഷണം ആരംഭിച്ചിരിക്കുന്നത്. ക്രിമിനൽ കുറ്റത്തേക്കാൾ ഗൗരവകരമായിട്ടുള്ള സാമ്പത്തിക തിരിമറികളാണ് ED ഇവിടെ ലക്ഷ്യം വെക്കുന്നത്. ശബരിമലയിൽ നിന്ന് പുറത്തേക്ക് കടത്തിയ കോടിക്കണക്കിന് രൂപയുടെ സ്വർണം എവിടെയാണ് എന്ന നിഗൂഢത ഇന്നും തുടരുകയാണ്. വിഗ്രഹങ്ങളിലും മറ്റും ചാർത്തേണ്ട സ്വർണം അപഹരിക്കപ്പെട്ടപ്പോൾ അത് തിരിച്ചുപിടിക്കാൻ SITക്ക് ഇതുവരെ സാധിച്ചിട്ടില്ല. ഈ സാഹചര്യത്തിലാണ് EDയുടെ നിർണായകമായ അധികാരം ഇവിടെ പ്രസക്തമാകുന്നത്. കുറ്റകൃത്യത്തിലൂടെ സമ്പാദിച്ച സ്വത്തുക്കൾ കണ്ടുകെട്ടാനുള്ള പ്രത്യേക അധികാരം EDക്കുണ്ടെന്നിരിക്കെ പ്രതികളുടെ എല്ലാ ബാങ്ക് അക്കൗണ്ടുകളും സ്ഥാവര ജംഗമ വസ്തുക്കളുമൊക്കെ തന്നെ ഇപ്പോൾ നിരീക്ഷണത്തിലാണ്. കേസിൽ തന്ത്രി അറസ്റ്റിലായതോടെ പുറത്തു വന്ന ഞെട്ടിക്കുന്ന വിവരങ്ങൾ പല ഉന്നത സഖാക്കളുടെയും ഉറക്കം കെടുത്തിയിരിക്കുകയാണ്. തന്ത്രി കണ്ഠൻ രാജീവരെ നൽകിയ മൊഴിയിൽ സ്വർണ്ണക്കടത്തിന്റെ വേരുകൾ ഭരണശിലാ കേന്ദ്രങ്ങളിലേക്ക് നീളുന്നു എന്ന സൂചനകളാണ് നൽകുന്നത്. പ്രതികളുടെ ആസ്തികൾ സംബന്ധിച്ച പ്രാഥമിക വിവരങ്ങൾ ED ഇതിനോടകം ശേഖരിച്ചു കഴിഞ്ഞു. വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദിച്ചതായിട്ട് കണ്ടെത്തിയാൽ അവ ഉടൻ മരവിപ്പിക്കാനാണ് തീരുമാനമായിരിക്കുന്നത്. ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് പത്മകുമാർ, N വാസു തുടങ്ങിയവർ പദവിയിലിരുന്ന കാലയളവിൽ അവിഹിതമായിട്ട് സമ്പാദിച്ച കോടികളുടെ വിവരങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. പ്രതികൾ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന സ്വത്ത് കണ്ടുകെട്ടുന്നതിലൂടെ മാത്രമേ ഈ നഷ്ടപ്പെട്ട സ്വർണ്ണത്തിന്റെ മൂല്യം തിരിച്ചുപിടിക്കാൻ കഴിയുകയുള്ളൂ. മന്ത്രി ഉൾപ്പെടെയുള്ളവരുടെ വരുമാന വർധനവ് അന്വേഷണ പരിധിയിൽ വരുന്നുവെന്നത് ഭരണപക്ഷത്തെ അസ്വസ്ഥരാക്കുന്നുണ്ട്. സ്വർണം കണ്ടെത്താൻ കഴിഞ്ഞില്ലെങ്കിൽ അതിന് തുല്യമായ തുക പ്രതികളുടെ സ്വന്തം ആസ്തിയിൽ നിന്ന് ഈടാക്കുക എന്ന കർക്കശമായ നിലപാടാണ് കേന്ദ്ര ഏജൻസി സ്വീകരിച്ചിരിക്കുന്നത്. അന്വേഷണത്തിന്റെ ഭാഗമായി ED ഉടൻ തന്നെ ECIR രജിസ്റ്റർ ചെയ്യും. പോലീസിന്റെ FIRന് സമാനമായ ഈ റിപ്പോർട്ട് അത് തയ്യാറാക്കുന്നതോടെ കള്ളപ്പണം എവിടെ നിന്ന് വന്നു എന്നും അത് എവിടെയെല്ലാം നിക്ഷേപിക്കപ്പെട്ടു എന്നും കണ്ടെത്താനുള്ള ചോദ്യം ചെയ്യലുകളൊക്കെ തന്നെ ആരംഭിക്കും. നിലവിൽ റിമാൻഡിലുള്ള പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യാനുള്ള അപേക്ഷ ED കോടതിയിൽ സമർപ്പിക്കാൻ തയ്യാറെടുക്കുകയാണ്. പ്രധാന പ്രതിയായ പത്മകുമാറിനെ ചോദ്യം ചെയ്യുന്നതിലൂടെ സ്വർണ്ണക്കടത്തിന്റെ ഓരോ ഘട്ടവും പുറത്തു കൊണ്ടുവരാനാകുമെന്ന് ED വിശ്വസിക്കുന്നു. പോലീസിന്റെ ലോക്കപ്പിലെ ചോദ്യം ചെയ്യലിൽ നിന്ന് വ്യത്യസ്തമായി കൃത്യമായ രേഖകളുടെ അടിസ്ഥാനത്തിലുള്ള EDയുടെ നീക്കം അത് കുറ്റവാളികളെ ശരിക്കും കുടുക്കുക തന്നെ ചെയ്യുമെന്ന കാര്യത്തിൽ തർക്കമില്ല. ഈ കേസ് കേവലം ഒരു മോഷണമല്ല, മറിച്ച് വ്യവസ്ഥാപിതമായ ഒരു കൊള്ളയാണ് എന്ന് തെളിയുകയാണ്. കേരളത്തിലെ ഭക്തജനങ്ങളുടെ വികാരത്തെയും വിശ്വാസത്തെയും വ്രണപ്പെടുത്തിയ ഈ കൊള്ളയിൽ പങ്കാളികളായ ആരും രക്ഷപ്പെടാൻ പാടില്ല. നഷ്ടപ്പെട്ട സ്വർണത്തിന്റെ തൂക്കം എത്രയാണെന്ന് കൃത്യമായി അറിയാവുന്ന സ്ഥിതിക്ക് അത് കൃത്യമായി കുറ്റവാളികളുടെ കുടുംബ സ്വത്തിൽ നിന്നും കണ്ടുകെട്ടി വസൂലാക്കുക എന്നതാണ് നിയമപരമായിട്ടുള്ള വഴി. ഈ ലക്ഷ്യത്തിലേക്കാണ് ഇപ്പോൾ ED ചുവടുവെക്കുന്നത്. ഏതായാലും വരും ദിവസങ്ങളിൽ കൂടുതൽ അറസ്റ്റുകളും അപ്രതീക്ഷിതമായിട്ടുള്ള സ്വത്ത് കണ്ടുകെട്ടലുകളുമൊക്കെ തന്നെ നടക്കുന്ന കാര്യം ഉറപ്പാണ്. നീതി നടപ്പിലാക്കുന്നത് കാണാൻ കാത്തിരിക്കുന്ന ലക്ഷക്കണക്കിന് അയ്യപ്പ ഭക്തർക്ക് EDയുടെ ഈ നീക്കം വലിയ പ്രതീക്ഷയാണ് ഇപ്പോൾ നൽകുന്നത്.